കണ്ണൂരിലെ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലുമായി തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലഫന്റ് ദൗത്യം ഇന്ന് തുടങ്ങുകയാണ്. വെള്ളിലീല ദമ്പതികൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഉയർന്ന ജനകീയ ആവശ്യം പരിഗണിച്ചാണ് പുതിയ ദൗത്യം. വന്യമൃഗ ശല്യം തടയാൻ നടപടി വേണം എന്നാവശ്യപ്പെട്ട് പേരാവൂർ MLA സണ്ണി ജോസഫ് നേതൃത്വം നൽകുന്ന ഉപവാസ സമരവും ഇന്ന് ഇരിട്ടിയിൽ നടക്കും. ഇരിട്ടിയിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ ദമ്പതികളായ വെള്ളി ലീല എന്നിവർ കാട്ടാന ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ പുനരധിവാസ മേഖലയിൽ മാത്രം ഏതാണ്ട് 60ഓളം കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. ആനമതിലിൻ്റെ നിർമ്മാണം 2020 അന്തിമ ഭരണാനുമതി ലഭിച്ചതാണെങ്കിലും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുൾപ്പെടെയുള്ള വലിയ ജീവനും സ്വത്തിനും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ അവർ നേരിടുന്നു എന്നതാണ്. അവിടെയുള്ള ആളുകളെ ഭൂമി പതിച്ചു കൊടുത്ത് പട്ടയം നൽകി അവിടെ പുനരധിവസിപ്പിച്ചതാണ് എന്നതുകൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കൃഷിയിടത്തിൽ വീട്ടിൽ ഒന്നും കഴിയാൻ പറ്റാത്ത സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന പരാതിയാണ്. ഇതിന് പിന്നാലെ സർവകക്ഷി യോഗം ചേരുകയും മന്ത്രിയും CCF ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ എലഫന്റ് ദൗത്യം തുടങ്ങാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ പുനരധിവാസ മേഖലയുടെ ഉൾപ്രദേശങ്ങളിലുള്ള കാട്ടാനകളെ പുറത്തേക്ക് വനത്തിലേക്ക്, പ്രത്യേകിച്ച് ആറളം വന്യജീവി സങ്കേതത്തിനകത്തേക്ക് തുരത്തുക. അതിനുശേഷം അവിടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നടക്കം തുകയെടുത്ത് ടെൻഡർ ഇല്ലാതെ വളരെ വേഗത്തിൽ ഫെൻസിംഗ്, താൽക്കാലികമായി വൈദ്യുതി ഫെൻസിംഗ് ഒരുക്കുക എന്നതാണ്. അതിലേക്കും വേഗത്തിൽ കടക്കും എന്നതാണ് പ്രഖ്യാപനം. 50 അംഗ വനപാലക സംഘത്തെ വിവിധ ടീമുകളായി നിയോഗിച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് അയക്കുക എന്നതാണ് തീരുമാനം. അങ്ങനെ പരമാവധി ഇടങ്ങളിൽ നിന്ന് ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകളെ അതിൻ്റെ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് വനത്തിലേക്ക് ക്രമേണ തുരത്തുക എന്നതാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിക്കാണ്, അല്ലെങ്കിൽ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ രൂപരേഖയായിരിക്കുന്നത്. അതിനുവേണ്ടി വനപാലക സംഘത്തെ അടക്കം അകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം കാട്ടാനകളെ തുരത്തുന്ന സാഹചര്യം കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജനവാസ മേഖല ഉൾപ്പെടുന്ന കൃഷിയിടങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഉൾപ്രദേശങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് അതുവഴിയുള്ള യാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം. അതുവഴിയുള്ള യാത്രയ്ക്ക് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിക്കണം. കാരണം അത് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കും എന്നത് ഉറപ്പാണ്. പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെയാണ് ആനകളെ തുരത്താൻ കഴിയുക. അതുകൊണ്ട് കൃഷിയിടത്തിലേക്ക് മറ്റും നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പുറത്തേക്ക് ഇറങ്ങുക, അനൗൺസ്മെന്റ് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം വന്യമൃഗ ആക്രമണങ്ങളിൽ കാര്യക്ഷമമായ നടപടിയെടുക്കുക. ഇപ്പോഴും ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആനമതിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക. ആറളം പുനരധിവാസ മേഖലയിൽ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പേരാവൂർ MLA സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഉപവാസ സമരം ഇന്നിവിടെ ഇരിട്ടിയിൽ നടക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സംഘടനകളുടെ വ്യത്യസ്തമായ സമരങ്ങൾ ഇരിട്ടിയും ആറളവും കേന്ദ്രീകരിച്ച്, പേരാവൂരിൻ്റെയും ആറളം ഫാമിൻ്റെയും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ മാത്രം 16ഓളം പുനരധിവാസ മേഖലയിലും ഫാമിലും പരിസര പ്രദേശം എടുക്കുകയാണെങ്കിൽ 16ഓളം മനുഷ്യജീവനുകൾ ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ മാത്രം നഷ്ടമായി. അവിടെ വലിയ പ്രതിഷേധമടക്കം ആ മേഖലയിൽ ഉണ്ടായതാണ്. കഴിഞ്ഞ ദിവസം നഷ്ടപരിഹാര പാക്കേജിൻ്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ വീതം, അതായത് 10 ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക്, വെള്ളി ലീല ദമ്പതികളുടെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വേഗത്തിൽ ഈ കർമ്മ പദ്ധതികൾ നടപ്പാക്കുക, അവർക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് വേണ്ടത്. അതിൻ്റെ പ്രാരംഭഘട്ടമാണ് കാട്ടാന തുരത്തൽ. അതിലേക്ക് കടക്കുകയാണെന്നാണ് വനം വകുപ്പും ജില്ലാ ഭരണകൂടവും സർക്കാരും അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.